ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം ഉണ്ടാക്കി, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ഇപ്പോൾ ലാസ്റ്റാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഓയിൽ ഇങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇങ്ങനെ എത്തുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കേക്ക് അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോവോ അങ്ങനെ കളറ് മാറുമോ ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ സൈഡിലും താഴെയും ഒക്കെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ആദ്യം ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ച പഞ്ചസാര 1 കപ്പല്ല, പൊടിക്കാത്ത പഞ്ചസാര 1 കപ്പ് എടുക്കണം, എന്നിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവ് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാ പിന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് മൈദ കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും 1 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പാൽപ്പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതില്ലേ നമ്മളെ സ്പഞ്ച് നല്ലോണം സോഫ്റ്റ് ആവാനാണ് കേട്ടോ. ഈ ഒരു കേക്കിന് നല്ല സോഫ്റ്റ് സ്പഞ്ച് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒരു അരിപ്പയിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അരിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നേൽ ഇങ്ങനെ അരിച്ചിട്ട് മിക്സാക്കുക, അല്ലെങ്കിൽ മിക്സ് ആക്കിയിട്ട് അരിച്ചെടുക്കുക. അത് എന്തായാലും കുഴപ്പമില്ല, അതെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു അരിപ്പയിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിക്കൊണ്ട് അരിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മളെ സ്പഞ്ച് നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത്. 3 മുട്ടക്ക് അത്യാവശ്യം നല്ല വലുപ്പമില്ല കേക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാ 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാരയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ വേറെ വേറെ ഇടണമെന്നില്ല, എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് വാനില എസൻസ് ആണ്. 1 ടീസ്പൂണാണ് കേട്ടോ, മാറിപ്പോവേണ്ട. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല വൈറ്റ് കളറായിട്ട് വരും കേട്ടോ. നല്ലോണം ബീറ്റായിട്ട് വരുമ്പം നല്ല വൈറ്റ് കളറായിട്ട് വരും. നമ്മുടെ മുട്ടൻ്റെ യെല്ലോയിഷ് കളറെല്ലാം മാറിയിട്ട് നല്ലൊരു വൈറ്റ് ഫ്ലഫി ഒരു ക്രീം ഭാഗത്തിലാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഓവർ സ്പീഡിൽ ഇട്ട് കൊടുക്കണ്ട, ഒരു ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ബാച്ചായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഏറ്റവും ലോവസ്റ്റ് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ബാച്ചായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ. അതിട്ട് കൊടുത്താൽ, അതും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട. അപ്പോൾ ഇതാ ഇനി ഇത് നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ച് പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എയർ ബബിൾസ് എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലൊരു പാത്രത്തിൽ
ഇങ്ങനെ അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഹീറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓവറായിട്ട് ഹീറ്റ് ആവേണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. എന്നിട്ട് ഞാനൊരു 45 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടില്ലേ. എന്നിട്ട് അതൊരു 45 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മിൽക്ക് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് പാലും പിന്നെ 250 ml, അതായത് 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണ്ടാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മിൽക്ക് കേക്കിൻ്റെ മിൽക്കും കൂടി റെഡിയായി. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പം 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടില്ലേ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന ഒരു ഭാഗത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എപ്പോഴേക്കും നമ്മളിതാ കേക്കെല്ലാം ബേക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ചൂടാറിയിട്ട് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഞാനൊരു ട്രേയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിൽക്കില്ലേ, അത് നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മിൽക്കിന് നല്ലോണം ഒന്ന് സോക്ക് ആവണം കേക്ക്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് നല്ലോണം സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ലെവലാക്കി നല്ലൊരു ഫിനിഷിങ് ടച്ചിലേക്ക് എത്തിക്കുക. അങ്ങനെ ഇതാ അത്യാവശ്യം ഞാൻ ക്രീമൊക്കെ ഇട്ടിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കട്ടിട്ട് കൊടുക്കണം കേട്ടോ. മൊത്തമായിട്ട് കട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ആലിയ ഭട്ട് മിൽക്ക് കേക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയല്ലേ കാണല്. അപ്പോൾ ഇതാ അതുപോലെ ഞാൻ ഒരു 8 പീസാക്കിയിട്ട് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ലാസ്റ്റായിട്ട് കുറച്ച് ബെറീസും പിന്നെ സ്ട്രോബെറിയും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ബെറീസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കറുത്ത മുന്തിരിയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. നമ്മളെ ഫ്രൂട്ട്സിലെല്ലാം ഉണ്ടാകുന്ന സാധാരണ പുളിയില്ലാത്ത കറുത്ത മുന്തിരിയില്ലേ, അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് സ്ട്രോബെറിയാണ്. ഇതുപോലെ ഒരു 5-6 സ്ട്രോബെറിയും കൂടി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരറ്റത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആലിയ ഭട്ട് മിൽക്ക് കേക്ക് റെഡിയായി. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്താൽ അടിപൊളിയായിരിക്കും ഉണ്ടാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല മിൽക്കി ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ റെസിപ്പി ഷെയർ ആക്കിയിട്ടുണ്ടായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റെസിപ്പി ഷെയർ ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിൽക്കും കൂടി ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ സെർവ് ചെയ്യുമ്പം നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.